എൻ്റെ പേര് സുജീഷ്, ഇവിടെ അടുത്ത് ചെറുത്തൂർ സ്വദേശിയാണ്. 2019 എനിക്ക് അവസരം കിട്ടിയത്. ആ സമയത്ത് ഞാൻ നീലേശ്വരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ജീവനക്കാരനായിരുന്നു. അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ കിട്ടിയ സമയത്ത് ആണ് ഈ അവസരം കിട്ടിയത്. ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ശരിക്കും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുക എന്ന് പറയലുണ്ട്. 2018 പകുതി മുതൽ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടകാലമായിരുന്നു. ആ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞ് ഇത് കിട്ടി. ഇതിലൂടെ വന്ന ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങളും ജീവിതത്തിൽ എവിടെ വരെ എത്തും എന്നൊരു തിരിച്ചറിവ് വന്ന സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് നന്നായി പഠിച്ചു. ഒരുപക്ഷെ നന്നായി പഠിച്ച് നല്ല ആവേശത്തോടെ ചെയ്യുന്ന സമയത്ത് കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജോലിയൊക്കെ പോയി, അല്ലെ? ഒരുപാട് ആൾക്കാർക്ക് അറിയാം, വരുമാനമൊക്കെ കുത്തനെടിഞ്ഞു. ആ സമയത്താണ് സൂം മീറ്റിങ്ങിലൂടെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഈ ബിസിനസിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ കാര്യങ്ങൾ നന്നായി പഠിച്ചു. 2021 മാർച്ച് മാസം എൻ്റെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ബിസിനസ് പെട്ടെന്ന് ഏറ്റെടുത്തു. മാർച്ച് 9 ആണ് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. അതിന് തൊട്ട് മുന്നത്തെ ആഴ്ച എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 1,20,000 ആയിരുന്നു. ഒരുപക്ഷെ അന്ന് 20-25 വർഷം SBIയിൽ വർക്ക് ചെയ്ത ചീഫ് മാനേജേഴ്സിന് പോലും ആ റേഞ്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 56,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും മൊത്തം ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞ സമയത്തും ഞാൻ മാത്രം പോസിറ്റീവായി. ആ പോസിറ്റീവായതിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ ആഴ്ചയിൽ 2,14,000 വാങ്ങിക്കൊണ്ട് ഇവിടെ MTC റാങ്കിൽ പറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കൂടുതൽ പറഞ്ഞ സമയം പോരടിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന കാര്യം എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? GTS കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായ പ്രസന്റേഷൻ ഒക്കെ കേട്ടു. ആഴ്ചയിൽ 2,14,000 എന്ന വലിയൊരു എമൗണ്ട് കേട്ടിട്ട് ആരും പേടിക്കണ്ട. അത് ഫസ്റ്റിന് കിട്ടുന്നതല്ല, പക്ഷെ ഗ്രാജുവലി നമുക്ക് ഒരു ദിവസം കിട്ടും. ഒരു ദിവസം മാത്രമല്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഞാൻ അന്ന് ഇത്രേ ആലോചിച്ചുള്ളൂ. 2047 ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1,50,000-നും 2,00,000-നും ഇടയിലായിരിക്കും എന്റെ ശമ്പളം. പക്ഷെ ഇന്ന് ഇവിടെ നോക്കുമ്പോൾ ഈ കമ്പനിയിലൂടെ 6-7 വർഷം വർക്ക് ചെയ്ത പല ആൾക്കാരും ഇന്ന് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് അതിലും കൂടുതൽ വരുമാനം വാങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര ചിന്തിച്ചുള്ളൂ. ബാങ്കിലെ ജോലി, അല്ലെ? നമുക്ക് നാട്ടുകാരോട് പറയാം SBIയിലാണ് ജോലി, ഗവൺമെന്റ് ജോലി എന്നൊക്കെ ചില ആൾക്കാർ പറയും. ശരിക്കും ഗവൺമെന്റിന്റെ അല്ല, പബ്ലിക് സെക്ടർ എന്നാ പറയുക. ആ നല്ലൊരു ഇമേജ് ഉണ്ടാവും, പക്ഷെ സാമ്പത്തികമായിട്ട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ 2019 ഞാൻ എന്റെ കുറെ ലീഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചയും 1,93,000 സംതിങ് അക്കൗണ്ടിലേക്ക് വരുന്ന ഞാൻ ഡയറക്റ്റ് കണ്ടതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം 24 ലക്ഷത്തിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് വരുമാനം വാങ്ങിയിട്ടുണ്ട്. ഇനിയും അത് കൂടിക്കൂടി വരൂ. കാരണം നമ്മുടെ ടീം വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട്. കമ്പനിയുടെ ഭാഗത്ത് ഒരുപാട് അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പുതിയ ആൾക്കാരുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് നന്നായി പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും വേറൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുക പോലും വേണ്ടിവരില്ല. പക്ഷെ വന്നത് കൊണ്ടോ കുറച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഈ ബിസിനസ്സിൽ ഒരുപാട് വരുമാനമൊന്നും കിട്ടില്ല. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഇവിടെ വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു വിഷയമല്ല. എല്ലാവർക്കും ആഴ്ചയിൽ 2,10,000 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു കാലം വരും. ആ കാലം കണ്ട് സ്വപ്നം കണ്ട് നന്നായി വർക്ക് ചെയ്യുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലയാളം.